നിന്റെ ഭാര്യ വാഴ കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ, ആ ഭാര്യ ഇന്ന് വാഴ കടിഞ്ഞ് തിരിച്ചു പോകുന്ന വന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, നിനക്ക് പറയാൻ കഴിയുമോ? അസ്സലാമലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാ കസ്മിൻ്റെ വാദമാണ്. എല്ലാ വാദവും ഉണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടുത്താം ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും. നിന്റെ ഭാര്യ വാഴ കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ, ആ ഭാര്യ ഇന്ന് വാഴ കടിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ കഴിയുമോ? നിന്റെ ഭാര്യയുടെ കയ്യില് നിനക്കൊന്ന് പിടിക്കാൻ കഴിയുമോ? ആ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാ നിന്റെ കൈവിരലുകൾക്കിടയിലൂടെ അള്ളാഹു നിന്റെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നല്ലേ, ജോലിയാ, ഭർത്താവിന് തുണി കഴുകി കൊടുക്കുന്നു, വീടടിച്ചു വാരുന്നു, വീട്ടുജോലി ചെയ്യുന്നു. നിനക്കറിയോ പ്രതിഫലം എന്താണെന്ന്? വയത് കഴിഞ്ഞിറങ്ങി പോകുമ്പോ നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നീ പോകാൻ. നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ അള്ളാഹു നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം ബാപ്പ. നീ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. നീ കണ്ടവന്റെ ഭാര്യയുടെ നോക്കി ചിരിക്കുമല്ലോ, വല്ലവന്റെ ഭാര്യയെ നോക്കിയിട്ട് നീ ചിരിക്കണം. ചിരിയൊന്ന് കാണണം. എടാ, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്ക്. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കും. പെങ്ങളെ, ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ അടിയും വഴക്കൊന്നുമല്ല. നബിതങ്ങളോട് തന്റെ വന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, നിനക്ക് പറയാൻ കഴിയുമോ? നിന്റെ ഭാര്യ ഔറത്ത് മറയ്ക്കുന്നവളാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണെന്ന് പറയാൻ കഴിയുമോ? വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലോ, സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലോ, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലോ, ചെലവിന് കൊടുക്കുന്നത് നീയല്ലോ. ആ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ തിരുത്തി കൊടുക്കാൻ കഴിയാത്തതെന്ത്? അത് വല്ലാത്ത പാപമാ ചെറുപ്പക്കാരാ. പടച്ചറപ്പേ, നിന്റെ മക്കള് തെറ്റ് ചെയ്താൽ പെങ്ങളെ, ഹിജാബും ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, സ്വന്തം മക്കള് തെറ്റ് ചെയ്താൽ എന്തേ തിരുത്താത്തത്? എന്തേ തിരുത്താത്തത്? പടച്ചവനെ, ഇന്നത്തെ മക്കൾ ഉസ്താദേ, മക്കള് നന്നാകാ ദുആ ചെയ്യണേ. ഉള്ള മാതാപിതാക്കള് പറയാറുണ്ട്, ഉസ്താദെ മക്കള് നന്നാകാൻ ദുആ ചെയ്യണം. ഇവിടെ ചങ്ങാതി, വെറുതെ നന്നാവൂല്ല മക്കള്. മക്കള് നന്നാകണമെങ്കിൽ അതിന് വലിയ കഷ്ടപ്പാടുണ്ട്. ഒരു ദിവസം കൊണ്ട് മക്കള് നേരെയാകില്ല. മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.